ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇന്നൊക്കെയുള്ളൊരു ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. റീഡിങ്ങിലുടനീളം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പരിപൂർണമായിട്ടും ഇഗ്നോർ ചെയ്യാൻ തന്നെയായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചുകൂടി തിരക്കേറിയൊരു ദിവസമാകാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ പല ഡിസിഷൻസ് ഇന്നെടുക്കുന്ന, പ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. അത് കൂടുതലായിട്ടും വ്യക്തികളെ സംബന്ധിച്ചിട്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെന്തെങ്കിലും ഒരു കോഴ്സിനോ മറ്റോ തയ്യാറെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് വേണോ വേണ്ടേ എന്നുള്ള പല ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ പല മാസങ്ങളായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന കാര്യമായിരിക്കും. ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനം എടുത്ത് വളരെ തോട്ട്ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ മൂവ് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയോട് കൂടിയിട്ട് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കരിയറൊക്കെ നോക്കുന്ന വ്യക്തികളാണെങ്കിൽ, കരിയർ ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, എന്തെങ്കിലും തീരുമാനം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ, അതായത് എന്തെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസിനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടുന്നതാണ്, അവരിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളും എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഇതുപോലെ കൺഫ്യൂഷൻസും കാര്യങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിക്കൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ചേസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പറ്റിയ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്, അത് നിങ്ങളെ ഫ്യൂച്ചർ സെക്യൂർ ആകാനുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ നീങ്ങുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നടത്തുന്ന ഓരോ പണ ഇടപാടുകളും, ഇന്നത്തെ ദിവസം നടത്തുന്ന ഓരോ മണി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള ഓരോ തീരുമാനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. കാരണം പ്രോപ്പർ അല്ലാത്ത ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്തൊരു തോട്ടില്ലാതെ നിങ്ങളൊരു കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് പണം വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ലോസ് വരാനുള്ളൊരു സാധ്യത ഉണ്ടാകാം ഫ്യൂച്ചറിൽ. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഓരോ ഫിനാൻഷ്യൽ മൂവ്മെൻറ്റും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്കൊരു ബിട്രയലിനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരു ചതിയുടെ ഒരു സാധ്യത ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച പല കാര്യങ്ങളുണ്ടാവാം വ്യക്തികളായിട്ട്. അത് ഡോക്യുമെൻറ്റ്സ് ആകാം, ചിലപ്പോൾ പണം തന്നെയായിരിക്കാം. അത് നിങ്ങളിൽ നിന്നും അവർ കൈമാറ്റം ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ എടുത്തു മാറ്റുന്നതായിട്ടൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ച പല വ്യക്തികളുടെയും മുഖങ്ങൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമാകുന്നതാണ്. നിങ്ങൾ കാണാത്ത ഒരു വ്യക്തിയെ ഇന്ന് അവരിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ പല സ്വഭാവങ്ങൾ, ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നൊരു അനുഭവം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ എന്തായാലും ഒരു ബിട്രയലിനുള്ളൊരു സാധ്യത ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ വരാണെങ്കിൽ, നിങ്ങൾ എത്ര വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടി പ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ അവരിലേക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും ജോലിപരമായിട്ടൊക്കെ നിങ്ങളിൽ കൂടെ നിൽക്കുന്ന വ്യക്തികൾ, കൊളീഗ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, അപ്പോൾ അവരൊക്കെ ആയിട്ടൊരു ഇടപെടലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വർക്ക് ബേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പലതും അവരെ ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
ഇന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഉള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്കിന്ന് തോന്നുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അറിയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനുള്ള ഒരു ആഗ്രഹം, അത് ചിലപ്പോൾ വ്യക്തികളെ പറ്റിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കുള്ള എന്തെങ്കിലും പാഷൻസ് ആയിരിക്കാം. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരുന്ന ഒരു ദിവസമായിട്ടാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് മേ ബി ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളും ഇന്നിവിടെ കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് നിങ്ങൾ പരിപൂർണമായിട്ടും യൂണിവേഴ്സിനെ വിശ്വസിച്ച് നീങ്ങുന്ന ഒരു മൂമെൻ്റാണ്, നിങ്ങളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം ഒരു കാര്യം കൂടിയും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുന്നിൽ പല വീഴ്ചകൾ നിങ്ങൾക്കിന്ന് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കാം നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് ഇന്ന് നിങ്ങൾ എടുക്കുമ്പോഴും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുത്തി വയ്ക്കാം. അതിൻ്റെ ഒരു റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അത് ചില വ്യക്തികളെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. പുതുതായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന ഒരു ദിവസം കൂടിയാണ്. അതേസമയം ചിലർക്ക് ചിലപ്പോൾ നിങ്ങൾക്കുള്ള അറിവ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു അവസരം ഇന്ന് കിട്ടുന്നതാണ്. കൂടുതലുമായിട്ട് ഇന്ന് ട്രഡീഷണൽ സംബന്ധിച്ച് ചിലപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സന്ദർശനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇന്ന് നിങ്ങൾ നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഇന്ന് അതിനെ സംബന്ധിച്ച് വ്യക്തികൾ, അതായത് സ്പിരിച്വലി കണക്റ്റഡ് ആയ വ്യക്തികളുടെ ഒരു പ്രസൻസ് ഉണ്ടാകാനോ, അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനോ, അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം ഇന്ന് കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അതേസമയം നിങ്ങൾക്കുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ളൊരു അവസരം കൂടി നിങ്ങൾക്കിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു വേക്കപ്പ് കോൾ എന്നുള്ളൊരു ദിവസം കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾ നീട്ടിവെച്ച പല കാര്യങ്ങളുണ്ട്, ഒരു തീരുമാനം എടുക്കാതെ പോയ കാര്യങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾക്കത് വീണ്ടും ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ തിരിച്ചെത്തിക്കൊണ്ട് ഇന്ന് തീരുമാനമെടുത്തേ പറ്റൂ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നൊരു ദിവസം കൂടിയാണിന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളെ വിട്ടുകളഞ്ഞ വൈകാരികമൊക്കെ ആയിട്ട് നിങ്ങൾ മറന്നു പോയ പല കാര്യങ്ങളിലേക്ക് വീണ്ടും നിങ്ങളുടെ മനസ്സ് ഉണർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ ചിലപ്പോൾ നല്ലതും മോശവുമായ നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം നിങ്ങളെ കുറച്ചും കൂടി ഓർക്കുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഉണർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് നിങ്ങൾക്കിവിടെ യൂണിവേഴ്സ് ഗൈഡൻസ് തരുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഡിലേ വരുത്തുന്നുണ്ടെങ്കിൽ, തീരുമാനമെടുക്കാതെ നീട്ടിവെച്ച് പോകുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ദിവസം കൂടിയാണിന്ന്. ഇന്ന് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ലവറായിട്ടോ, നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ ആയിട്ടോ, നിങ്ങളുടെ പാർട്ട്ണറായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വൈകാരികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉണർവും അതുപോലെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നൊരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോൺടാക്ട് സിറ്റുവേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് അതിനുള്ളൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ തന്നെയായിട്ട് നിങ്ങളുടെ ഈഗോ ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാറി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു മാനസാന്തരം വരുന്ന പോലെയും നിങ്ങൾക്ക് അവരെ വിളിക്കണം എന്നൊരു തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അവരൊരു ആറ്റിറ്റ്യൂഡ് വെച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് അവർക്കൊരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും വൈകാരികമായിട്ട് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 2 കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടം നിങ്ങളുടെ ലൈഫിൽ നിന്ന് വന്നേക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ബുദ്ധിപൂർവ്വം ആലോചിച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ ഇന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം അതിൻ്റെ സത്യാവസ്ഥ, പക്ഷെ നിങ്ങളത് കാണാതെ
അല്ലെങ്കിൽ ഒരു ഫെയർ അല്ലാത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ളൊരു അവസ്ഥ കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോയ്സസ് ഉണ്ടെങ്കിൽ അത് ജോലിയാകാം, നിങ്ങളുടെ റിലേഷൻ ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്താണ് ആക്ച്വാലിറ്റി അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് നീക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കൂടെ ഒരു ഗൈഡൻസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒന്ന് ടൈം എടുത്തുകൊണ്ട് നന്നായി ഒന്ന് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തിൻ്റെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം ഈ റീഡിങ്ങിൽ നിന്നും സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യമായിട്ട് റെസനേറ്റ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രധാനമായ ഡിസിഷൻസ് എടുക്കുമ്പോൾ വളരെ അലേർട്ടായിരിക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കാൻ. ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു ചതി, ഒരു ബിട്രയൽ പോലുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചിന്തിക്കാതെ പല പ്രവർത്തികളിലേക്ക് എടുത്ത് ചാടുന്നത്, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു മെച്യൂരിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിപ്പോൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും ബാക്കി എന്തെങ്കിലും റിലേഷൻ്റെ കാര്യമായാലും വളരെ വൈസ്ലി ഒരു തീരുമാനം എടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.